ഫിറ്റ്നസ് പരിശീലനത്തിനിടെ അമിത അധ്വാനം ശരീരത്തിന് വരുത്തിവെക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുമായി വൈദ്യശാസ്ത്ര രംഗം. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിൽ 23 വയസ്സുള്ള സർവകലാശാല വിദ്യാർത്ഥിക്ക് അമിത വ്യായാമത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സംഭവമാണ് ആരോഗ്യമേഖലയിൽ ആശങ്കയുണർത്തുന്നത്. പരിശീലനത്തിനിടെ ശരീരത്തിലെ പേശിനാരുകൾ വേഗത്തിൽ നശിക്കുന്ന റാബ്ഡോമയോളിസിസ് എന്ന അവസ്ഥയിലേക്ക് യുവാവ് എത്തുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായുണ്ടായ സങ്കീർണതകൾ വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നതിലേക്ക് നയിച്ചു. ഹെനാൻ യൂണിവേഴ്സിറ്റി ഓഫ് ചൈനീസ് മെഡിസിനിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ലിയു ഹാഫി വിഷയത്തിൽ വ്യക്തത വരുത്തി. ലെഗ് ട്രെയിനിങ്ങിൽ യുവാവ് തന്റെ പരിധിക്കപ്പുറം അമിതമായി ആഞ്ഞു ശ്രമിച്ചതാണ് രോഗത്തിന് കാരണമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ യുവാവിന്റെ പേശികളുടെ തകരാറ് അളക്കുന്ന ക്രിയാറ്റിൻ കൈനസ് നിരക്ക് സാധാരണ നിലയേക്കാൾ 100ലധികം മടങ്ങ് വർദ്ധിച്ച് ലിറ്ററിന് 20,000 യൂണിറ്റിനു മുകളിലായിരുന്നു. സുരക്ഷിതമായ വ്യായാമത്തിനായി ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വ്യായാമത്തിന്റെ തീവ്രത ഘട്ടംഘട്ടമായി മാത്രം വർദ്ധിപ്പിക്കുക. നിർജ്ജലീകരണം ഒഴിവാക്കാൻ വ്യായാമത്തിനിടെ കൃത്യമായ ഇടവേളകളിൽ ഓരോ അരമണിക്കൂറിലും 200 മുതൽ 300 മില്ലിലിറ്റർ വരെ വെള്ളം കുടിക്കുക. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ കഠിനമായ വ്യായാമമുറകൾ ഒഴിവാക്കുക. പേശികളിൽ അസ്വാഭാവികമായ വേദനയോ തളർച്ചയോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വ്യായാമം അവസാനിപ്പിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.